കെ.പി.സി.സി നേതൃത്വത്തിൽ മാറ്റം വരുത്തിയതിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ നേതാക്കളിലൂടെ കനക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ കടുത്ത നിരാശയിലാണെന്നാണ് കെ സുധാകരൻ ന്യൂസ് മലയാളത്തോട് ഇന്ന് രാവിലെ പറഞ്ഞത്. അണികൾ തനിക്കൊപ്പം ഉണ്ടെന്ന മുന്നറിയിപ്പ് കൂടി സുധാകരൻ AICC നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. കെ സുധാകരൻ തുടരണമെന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്ന് കെ മുരളീധരനും വെളിപ്പെടുത്തിയതോടെ സമവായത്തോടെയല്ല പുതിയ പ്രസിഡന്റ് വന്നത് എന്ന് വ്യക്തമാവുകയാണ്. അതുപോലെ പഹൽഗാം ഭീകരാക്രമണ വിഷയത്തിലെ പ്രതികരണങ്ങളുടെ പേരിൽ ഹൈക്കമാൻഡ് താക്കീത് ചെയ്തെന്ന വാർത്തകളെ ശശി തരൂർ അപ്പാടെ തള്ളുകയാണ്. തന്റെ പ്രസ്താവനകൾ മാത്രം വിവാദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും തരൂർ പറഞ്ഞു. പുതിയ നേതൃത്വം വന്നതോടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടങ്ങുന്ന നേതൃത്വം പടയൊരുക്കം നടത്തുകയാണോ? സുധാകരനും മുരളീധരനും ശശി തരൂരും മുന്നണി പോരാളികളായി പുതിയ സമവാക്യങ്ങളൊക്കെ പരുവപ്പെടുന്നുണ്ടോ? കോൺഗ്രസിലെ ഇളമുറക്കാർ തലമൂത്തവരെ പഴിക്ക് പുറത്തു നിർത്തുന്നുണ്ടോ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പടലപ്പിണക്കം പറഞ്ഞവസാനിപ്പിക്കാൻ AICCക്ക് കഴിയുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. തിരുത്തലുകൾക്കും സമവായത്തിനും സമയം കുറവും. ആദ്യം കാണാം RDX റാവ്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയതിൽ നിരാശയെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞ കെ സുധാകരൻ AICC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയത് ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമെന്ന് തർപ്പിച്ചു പറയുന്നു സുധാകരൻ. തന്നെ മാറ്റിയത് പാർട്ടി നശിക്കട്ടെ എന്ന ദുർമനസ്സുള്ളവരെന്നും വിമർശനം. കേരളത്തിന്റെ ചുമതല നൽകാൻ AICC തീരുമാനിച്ചു എന്നറിയുന്നു. എങ്കിൽ പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം. ഞങ്ങളൊക്കെ കെ സുധാകരൻ തുടരണമെന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നായിരുന്നു കെ മുരളീധരൻ പ്രതികരണം. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും പ്രതികരിക്കില്ലെന്നും പാർട്ടി ഒറ്റക്കെട്ടായി പോവേണ്ട സമയമാണിതെന്നുമായിരുന്നു സുധാകരന്റെ തുറന്നു പറച്ചിലിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KC വേണുഗോപാലുമായും രാഹുൽ ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന് തീരുമാനമെടുത്തു. സുധാകരനെ ഫോണിൽ വിളിച്ച ശശി തരൂർ സുധാകരനെ നേരിൽ കണ്ട് സംസാരിച്ചേക്കുമെന്നും വിവരമുണ്ട്. RDX റാവ് ന്യൂസ് മലയാളം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമാണെന്നാണ് തറപ്പിച്ചു പറഞ്ഞത് കെ സുധാകരൻ. മാറ്റിയതിന് പിന്നിൽ പാർട്ടി നശിക്കട്ടെ എന്ന ദുർമനസ്സുള്ളവരാണെന്നും സുധാകരൻ രാവിലെ പറഞ്ഞിരുന്നു. ന്യൂസ് മലയാളത്തോട് പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കണ്ടുവരാം. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട്. ഇതിനെ മറച്ചു വെക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നത് എനിക്ക് ഇന്നിപ്പം കിട്ടിയ വിവരം AICC ഇതിൻ്റെ കേരളത്തിൻ്റെ ചാർജ് മൊത്തം എന്നെ ഏൽപ്പിച്ചിരുന്നതാണ്. പിന്നെല്ലാം മാറ്റേണ്ടിണ്ടായിരുന്നു ഇല്ലല്ലോ. ഇതെല്ലാം നമ്മുടെ നേതാക്കന്മാരുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ ആണ് അതിൻ്റെ പിറകിൽ എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. അല്ല, എന്നോട് കഴിഞ്ഞാൽ കേട്ടിട്ടും പറഞ്ഞിട്ടും എൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടൊന്നുമല്ല എന്നെ ഒഴിവാക്കിയത്. അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണ്, വിചാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പാർട്ടി നശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ദുർമനസ്സിൻ്റെ ഉടമസ്ഥരാണ്. ഇതെവിടെ നിന്നുണ്ടാക്കി, ആരുണ്ടാക്കി, അതൊക്കെ താല്പര്യം എന്താ പറയുക, സ്വാർത്ഥ താല്പര്യത്തിൻ്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഹൈക്കമാൻഡ് താക്കീത് ചെയ്തെന്ന വാർത്തകൾ നിഷേധിച്ച് ശശി തരൂർ ഇന്ന് രംഗത്ത് വന്നു. മാധ്യമങ്ങളിലൂടെയാണ് താക്കീത് വാർത്ത അറിഞ്ഞത്. വാക്കാലോ രേഖാമൂലമോ ഒരു താക്കീതും തന്നെ അറിയിച്ചിട്ടില്ല എന്നും ശശി തരൂർ പറഞ്ഞു. ആ വാക്കുകൾ കൂടി കേൾക്കാം. ഇന്നലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിലേക്ക് വിടുന്നവരെ ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മാധ്യമത്തിൽ ഇതൊക്കെ കാണുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല തെളിവുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തരേണ്ടത്. പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ല, ഒരു വാർത്തയുമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി പരിശോധിക്കാം. നമുക്ക് ഈ കെ മുരളീധരൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത്. ഞങ്ങളൊക്കെ സുധാകരൻ തുടരണമെന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഭരണമാറ്റമുണ്ടായി സന്തോഷത്തോടെ പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറണമെന്ന് കെ സുധാകരൻ ആഗ്രഹിച്ചിരുന്നു. സുധാകരൻ്റെ ഇന്നത്തെ പ്രസ്താവന അച്ചടക്ക ലംഘനമായി കാണാൻ കഴിയില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തു വേണം AICC പുനഃസംഘടന നടത്താൻ. ചാനലിലൂടെ അല്ലാതെ തങ്ങളോട് നേരിട്ട് ആലോചിക്കാൻ നേതൃത്വം തയ്യാറാകണം. തലമുറ മാറ്റം വേണം എന്നാണെങ്കിൽ പഴയ ആളുകളെ മുഴുവൻ തഴയുക എന്നല്ലെന്നും കെ മുരളീധരൻ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കെ സുധാകരന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും താൻ പ്രതികരിക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്.
കെ സുധാകരൻ ലക്ഷ്യമിട്ടത് KC വേണുഗോപാലിനെ എന്നാണ് വിലയിരുത്തൽ. അധികാര നഷ്ടത്തിന് പിന്നിൽ കേരള നേതാക്കളുടെ ലോബിയിങ് അല്ല എന്ന് സുധാകരൻ പറയുന്നുണ്ട്. ചില നേതാക്കൾ മാത്രം ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നു. ദീപാദാസ് മുൻഷി ചില നേതാക്കളുടെ കളിപ്പാവ മാത്രമാണെന്നും കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. സനീഷ്, ഇതാണ് കോൺഗ്രസിലെ പുതിയ സാഹചര്യം. വലിയൊരു സംഘർഷത്തിലേക്കും വഴക്കിലേക്കും ഒക്കെ പോകാനുള്ള ലക്ഷണം കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നതുവരെ കെ സുധാകരൻ സണ്ണി ജോസഫിനെ ഉപദ്രവിക്കില്ല, സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായിട്ട് മുന്നോട്ട് പോകും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നാലെ DCC പ്രസിഡന്റായി വരികയും കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആൾ എന്നറിയപ്പെടുന്ന ആളാണ് സണ്ണി ജോസഫ്. ഇതിപ്പോൾ സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ കെ സുധാകരൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതൃപ്തി അടക്കിയിട്ട് കാര്യങ്ങൾ അങ്ങനെ നിന്നുകൊള്ളും എന്നായിരിക്കും ഒരുപക്ഷെ ദേശീയ നേതൃത്വം വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല എന്ന് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളോടാണ് ആദ്യം കെ സുധാകരൻ സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് വേർഡഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. എനിക്ക് നിരാശയുണ്ട് എന്ന് അനുയായികൾ സിംഹം എന്ന് വിളിക്കുന്ന കെ സുധാകരൻ എനിക്ക് നിരാശയുണ്ട് എന്ന് തന്നെ പറയുന്നു. അതിന് പിന്നിൽ KC വേണുഗോപാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന വിധത്തിൽ ചില പ്രസ്താവനകൾ നടത്തുന്നു. പാർട്ടിയുടെ തകർച്ച ലക്ഷ്യമിടുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ എന്നോട് ഇത് ചെയ്താൽ പാർട്ടിക്ക് തകർച്ച തന്നെ ഉണ്ടാകുമെന്നാണല്ലോ കെ സുധാകരൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊരു തോന്നലാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കോൺഗ്രസ് സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്ന അഭിപ്രായം വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ സുധാകരൻ ഇത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെ സുധാകരന് കെ മുരളീധരൻ്റെയും ശശി തരൂരിൻ്റെയും 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇതിനകത്ത് ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന നിലക്ക് എന്ത് പ്രശ്നം വന്നാലും KPCCയെ കോൺഗ്രസിനെ പിടിച്ചു നിർത്താവുന്ന ഒരാളല്ല ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ആളാണ്. അദ്ദേഹം അതിന് പ്രാപ്തിയുള്ള ആളാണ്. പക്ഷേ ആ പ്രാപ്തി അദ്ദേഹത്തിന് അവിടെ വന്ന് ആ സ്ഥാനത്തിരുന്നിട്ട് ആ സ്ഥാനത്തിൻ്റെ കൂടെ ഗരിമ കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രാപ്തി പ്രദർശിപ്പിക്കാൻ പറ്റൂ. ഇവിടെ അതിനുള്ള അവസരം കിട്ടുന്നതിന് മുന്നേ കെ സുധാകരൻ, അതും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന കെ സുധാകരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇനി അങ്ങോട്ട് പ്രശ്നമായിരിക്കും എന്ന സൂചനയാണല്ലോ ഈ നൽകിയിരിക്കുന്നത്. അതായത് തകരും പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കടുത്ത നിരാശയുണ്ട് എന്ന് പറയുകയാണ്. കെ സുധാകരനെ പോലെ KPCC അധ്യക്ഷനായിരുന്ന ഒരാൾ ശക്തമായിട്ട് കാര്യങ്ങൾ പറയുമെന്ന് കേരള സമൂഹത്തിനാകെ തന്നെയും അറിയാവുന്ന, വളരെ ശക്തമായിട്ടോ ഉറച്ച വാക്കുകളിലൂടെ വളരെ ഉറക്കെ സംസാരിക്കുന്ന, തുറന്നടിക്കുന്ന ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ സണ്ണി ജോസഫിന് KPCC അധ്യക്ഷൻ എന്ന നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ മറ്റ് താല്പര്യങ്ങളുള്ള നേതാക്കൾ അതിനകത്തുകൂടെ കയറിയിട്ട് ഇപ്പം ചില നേതാക്കൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും മറ്റും ചെയ്ത് കുഴപ്പങ്ങളെ കൂടുതൽ വലുതാക്കുകയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും 2ാം തവണയും പിണറായി വിജയൻ ഭരിച്ചിട്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇവർ വിചാരിക്കുന്നു. 3ാം തവണ വരില്ല ഉറപ്പായിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമെല്ലാം ഉണ്ട് എന്ന് ചെറുപ്പക്കാരെല്ലാം വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ നിരാശാ പ്രകടനം തന്നെയും പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കെ സുധാകരൻ എന്ന നേതാവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കെ സുധാകരന് മുമ്പ് ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട നേതാക്കളെ കൊണ്ടു നടക്കില്ലായിരുന്നു. കോൺഗ്രസ് നേതാക്കളാരും പരസ്യമായിട്ട് കൊണ്ടു നടക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ നിഖിൽ പൈലി എന്ന നേതാവിൻ്റെ പേരിലാണല്ലോ ഈ കേസ്, ധീരജ് വധക്കേസിലെ കേസ് ഉണ്ടായിരുന്നത്. അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിയിൽ ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ കടലിലെറിഞ്ഞിട്ടില്ല എന്ന് ഒരു മുദ്രാവാക്യം വിളി മുഴങ്ങി. അത് യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് രമേശ് ചെന്നിത്തലയോ VD സതീശനോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന നേതാക്കളോ അഹിംസാ പാർട്ടി എന്ന് വെച്ചാൽ ചില ഹിംസകളൊക്കെ നടത്തിയതിന് ശേഷമേ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും കോൺഗ്രസിന് പ്രവർത്തിക്കാനൊക്കെ പറ്റുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പരസ്യമായിട്ട് അങ്ങനെ ഒരു ഗീർവാണം അടിക്കാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കെ സുധാകരൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ മൂല്യം കോൺഗ്രസിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് അഗ്രസീവായതാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അഗ്രസീവ്നെസ് കൂടെ ചേരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിരാശാ പ്രകടനം കോൺഗ്രസിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ശശി തരൂരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ശശി തരൂർ ഈ പാർട്ടിയേക്കാൾ മുകളിലാണ് ഞാൻ എന്ന ഈ ഡയലോഗ് അടിക്കുന്നത് നിർത്തണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നെ ആരും തിരുത്തിയിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വാർത്ത കിട്ടി, തെളിവുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. ഇത് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നില്ലേ പറഞ്ഞത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ നന്നായിട്ടിരിക്കുകയാണ്, എല്ലാ ആശംസകളുണ്ട്, ഞാൻ അധികായനായിട്ട് തുടരും എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്ന് വന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇന്നിപ്പോൾ ശശി തരൂർ പറയുന്നതായിരിക്കണം എന്നല്ല ശരി. എന്നെ ആരും നോട്ടീസ് നൽകിയിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകും തന്നെ നമ്മൾ വിചാരിക്കണം. അതിനകത്ത് ഈ ശശി തരൂർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു ദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയം വന്നു. ഇപ്പോൾ യുദ്ധം പോലെ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം പോലെ ഒരു അന്താരാഷ്ട്ര വിഷയം വന്നാൽ ഞാൻ ഒരു വിശ്വപൗരനാണല്ലോ, അപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാർ പറയുന്നത് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, എനിക്ക് എൻ്റെതായ സവിശേഷതയുള്ളൂ, അപ്പോൾ ഞാനങ്ങ് പറഞ്ഞേക്കാം എന്നാണ് അത് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ
മറ്റെന്തെങ്കിലും കാര്യമല്ല പറയുന്നത് മോദിയെ അനുകൂലിക്കുകയാണ്, മോദിയെ സ്തുതിക്കുകയാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാകേണ്ട കാര്യമാണ്, യുക്രൈനും റഷ്യക്കും ഇടയിൽ രണ്ടുപേർക്കും സ്വീകാരനായുള്ള വലിയ നേതാവാണ് മോദി എന്ന് ശശി തരൂർ പറയുമ്പോൾ, രണ്ടുപേർക്കും സ്വീകാരനാവുന്ന നേതാവ് മോദി ആകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ കൂടെ വലുപ്പം അതിനകത്തുണ്ട്. മോദി തീർത്ത് മോശമാണെന്നല്ല, അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യമായിരിക്കും, ഇത് ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് അങ്ങനെ തന്നെ കാണുന്നുണ്ടാകും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടെയാണ് അവർക്ക് രണ്ടുപേർക്കും സ്വീകാര്യനാകുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം അറിയാതെ കോൺഗ്രസ് ഇവിടെ ആഭ്യന്തരമായിട്ട് നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും നിൽക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇടക്കിടക്ക് ഞാൻ അന്താരാഷ്ട്ര വിഷയത്തിൽ നിലപാടെടുക്കുക എന്നത് അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സുഖകരമല്ല. അത് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു പേപ്പർ എഴുതിയിട്ട് ശശി തരൂരെ നിങ്ങളെ ഞങ്ങൾ വിലക്കിയിരിക്കുകയാണെന്ന് പറയണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതിൽ ഒരു കാര്യം, ഈ കോൺഗ്രസിൽ ഒരു കൃത്യമായി പുതിയ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് മാത്രം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതങ്ങനെ ഒരൊറ്റക്കെട്ടായി നടന്ന ഒരു തീരുമാനമോ ആ നിലയ്ക്കൊന്നുമല്ല, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുള്ള ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കെ സുധാകരൻ തന്നെ പറയുന്നു, കേരള നേതാക്കളല്ല എനിക്ക് എതിരെ ലോബിയിങ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ദീപാദാസ് മുൻഷി ഇതിനുവേണ്ടി പണിയെടുത്ത ആളുകളുടെ കയ്യിലെ കളിപ്പാവയാണ്. കേരളത്തിലെ ഏതെങ്കിലും നേതാവ് വിചാരിച്ചാൽ ദീപാദാസ് മുൻഷിയെ അങ്ങനെ കളിപ്പാവയായി നിർത്താൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത് കെ സി വേണുഗോപാലിനെ തന്നെ ഉദ്ദേശിച്ചാണ്, ദേശീയ നേതാവിനെ തന്നെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. കെ സി വേണുഗോപാലായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല, അദ്ദേഹത്തിന് സമയം കിട്ടാറില്ല എന്നതുകൂടി പറഞ്ഞു. ഇനി അതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യം, ബെന്നി ബെഹനാൻ ഇവിടെ ആദ്യഘട്ടത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകാരിൽ ഒരാളാണ്. ആ ബെന്നി ബെഹനാൻ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? പത്രത്തിലെറിഞ്ഞു എന്നാണ്. അതായത് ആ നിലയ്ക്കൊരു ആലോചന, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആളാണല്ലോ, ആ നിലയ്ക്കൊരു ആലോചന വന്നിട്ടില്ല. അങ്ങേയറ്റം നിരാശനായിരുന്നു ആന്റോ ആന്റണി. അത് കെ മുരളീധരൻ്റെ ഇന്നത്തെ പ്രതികരണം കണ്ടു നോക്കൂ. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് കെ സുധാകരൻ തുടരണമെന്നാണ്, അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ സ്വാഭാവികമായും ഇവർ ഒരുമിച്ച് ചേരാനുള്ള സാധ്യത എവിടെ നിലനിൽക്കുന്നു? ഒരു പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം, പ്രതിഷേധം എന്ന മട്ടിൽ ഒറ്റക്കെട്ടായി ഇപ്പോൾ ഒരു പ്രതിഷേധമല്ല, ഇനി തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന പുനഃസംഘടനയുണ്ടല്ലോ, DCC പുനഃസംഘടനകളൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം അവരവരുടെ പങ്കാളിത്തത്തിന് വേണ്ടി അവരുടെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ സംഘർഷം തന്നെ നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ കെ സുധാകരനെ പക്ഷേ എങ്ങനെയാണ് ഹൈക്കമാൻഡ് പതുക്കെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ അടുത്ത ആളെ കൊണ്ടുവന്നത് എന്നത് പരിശോധിച്ചാൽ അത് ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് എങ്ങും കാണാത്ത വിധത്തിൽ വളരെ ഡീസൻ്റായി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തത്. അത് കെ സുധാകരൻ ആയതുകൊണ്ട് കൂടിയാണ്. കാരണം കൈവിട്ട് എന്ത് വേണമെങ്കിലും പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും. മാത്രമല്ല കെ സുധാകരൻ തുടരണമെന്ന് പറഞ്ഞ കെ മുരളീധരനൊക്കെ അതിൻ്റെ എക്സ്ട്രീം അടിയടിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് കേരളീയ സാഹചര്യത്തിൽ. പിന്നെ കെ സുധാകരൻ എന്ന് ചോദിച്ചതിൽ ന്യായമായ ഒരു ചോദ്യം എന്താണ്? കെ സുധാകരന് മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ പക്ഷേ പ്രവർത്തക സമിതി അംഗമാക്കിയിട്ടുണ്ട്, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതലയല്ല. കേരളത്തിലൊരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ കേരളത്തിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് കേരളത്തിലെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ കെ സുധാകരൻ ചോദിക്കുന്നത് ന്യായമല്ലേ? എന്നാൽ പിന്നെ എന്നെ മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കാൻ ചുമതലപ്പെടുത്തിയാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പ്രസിഡന്റ് ആയിരുന്നുള്ളൂ. ഇത് ന്യായമായ ചോദ്യമല്ലേ? അത് ആര് കേട്ടാലും ഏറ്റവും ന്യായമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൗഡ് പുള്ളർ ആയി. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് അർച്ചന, അതായത് ഇവർ പലതരത്തിലും പുറത്തേക്ക് വന്നിരുന്നൊരു കാര്യം, ഇദ്ദേഹത്തെ മാറ്റാൻ കാരണമായിട്ടുള്ളൊരു കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ്. ഇപ്പോൾ സുധാകരൻ സംസാരിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടില്ല. എന്താ ആരോഗ്യ പ്രശ്നം നമുക്ക് തോന്നുന്നത്? പറഞ്ഞ കാര്യത്തിലൊന്നും ആരോഗ്യ പ്രശ്നം ഒരു ആശയക്കുഴപ്പമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് കോൺഗ്രസിന് മുന്നോട്ട് നയിക്കാവുന്ന ആരോഗ്യമൊക്കെ അദ്ദേഹത്തിനുണ്ടെന്നല്ലേ നമുക്ക് കേട്ടാ തോന്നുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രവർത്തക സമിതി അംഗമായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ലേ? രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒക്കെ മാന്യമായ ഒരു എക്സിറ്റിന് വേണ്ടി കഠിനമായി അങ്ങ് പ്രയത്നിച്ചില്ലേ? രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് കരുത്തനായ നേതാവ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തില്ലേ, എക്സിൽ പോസ്റ്റ് ചെയ്തില്ലേ എന്നതൊക്കെ ഇദ്ദേഹത്തിനുള്ള സാരോപദേശം പോലെ ഇന്ന് ഞാൻ മനോരമയിൽ വായിച്ചു. അതായത് ഈ കൂടുതൽ നീ പുകിലിലേക്ക് പോകരുത് എന്ന മട്ടിലൊരു സാരോപദേശം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പരിഗണനയെക്കുറിച്ച് ശരിയാണ്, സംഗതി പരിഗണനയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് സനീഷ് പറഞ്ഞതുപോലെ ഇത് ഇവിടെ നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പുനഃസംഘടനയിൽ കൂടുതൽ ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് ഇത് മാറും. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, ഇത് കാണുന്ന കാഴ്ചക്കാർക്ക് സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശ്വസിക്കാനുള്ളത്, ഞാനിപ്പോഴും വിചാരിക്കുന്ന കെ സുധാകരനും സണ്ണി ജോസഫും നല്ല അടുപ്പമുള്ള നേതാക്കളാണ്. ഞാൻ നാളെ ഇങ്ങനെ രണ്ട് വർത്തമാനം ന്യൂസ് മലയാളത്തോട് പറയും കേട്ടോ.
അല്ലെങ്കിൽ മറ്റ് 2-3 ചാനലുകളോട് ഞാനിത് പറയും കേട്ടോ എന്ന് ഒരുപക്ഷെ സണ്ണി ജോസഫിനോട് നേരത്തെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ കോൺഗ്രസ്സുകാരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉറപ്പില്ല, എന്നുവെച്ചാൽ ആ കാര്യം പറഞ്ഞതിന് ശേഷമായിരിക്കും വന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. 2 തവണ കേരളത്തിൽ അധികാരത്തിന് പുറത്തു നിന്ന കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കാനുള്ള തുറുപ്പുചീട്ടായാണ് കണ്ണൂരിൽ നിന്നുള്ള കരുത്തനായ നേതാവ് കെ സുധാകരനെ KPCCയുടെ അമരത്തിരുത്തിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അദ്ദേഹത്തിന് കസേര ഒഴിയേണ്ടി വന്നു. ചോദ്യവും പറച്ചിലുമില്ലാതെ കുറേ നേതാക്കളുടെ തന്നിഷ്ടം നടന്നു എന്ന് പരസ്യമായി അദ്ദേഹം പറയുകയാണ്. മാന്യമായി പടിയിറങ്ങാൻ അവസരം നൽകിയില്ലെന്ന പ്രസ്താവനയോടെ കെ മുരളീധരൻ എരുതിയിലെ എണ്ണയായി. പാർട്ടി വക്താവല്ലാത്തതിനാൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് ശശി തരൂരും പറഞ്ഞു വയ്ക്കുന്നു. പറഞ്ഞു വരുമ്പോൾ പുതിയ നേതൃത്വം അധികാരം ഏറ്റെടുത്ത് 3-ാം പക്കം ശങ്കരൻ തെങ്ങുമേ തന്നെ എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളിക്ക് മാറ്റമൊന്നുമില്ലെന്നാണ് RDXന് തോന്നുന്നത്. നേതാക്കളും ഗ്രൂപ്പ് സമവാക്യം മാറുന്നു എന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം.